ഹലോ, എ വെരി വോം വെൽക്കം. നമ്മൾ ഇന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ഒരു ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. ഠേലെ പർ ഹിമാലയ എന്ന ധർമ്മവീർ ഭാരതിയുടെ ഒരു ട്രാവലോഗാണ്. ട്രാവലോഗ് നിങ്ങൾക്കറിയാം, പീസ് ഓഫ് ലിറ്ററേച്ചർ റിഗാർഡിങ് ട്രാവൽ. നമ്മൾ യാത്ര ചെയ്തിട്ട് അത് വളരെ മനോഹരമായി സാഹിത്യപരമായി എഴുതുന്നതിനെയാണ് നമ്മൾ യാത്രാ വിവരൺ അല്ലെങ്കിൽ യാത്രാ വിവരണം എന്ന് പറയുന്നത്. ഹിന്ദിയിൽ യാത്രാ വിവരൺ എന്ന് പറയും. ഇറ്റ് ഈസ് ബേസിക്കലി എ നരേറ്റഡ് മോഷൻ പിക്ചർ. നമുക്ക് ആ ഒരു ട്രാവലോഗ് വായിച്ചു കഴിഞ്ഞ്, ആ ഒരു യാത്രാവൃത്താന്ത് വായിച്ചു കഴിഞ്ഞ് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ തോന്നും, ആ സ്ഥലം കാണാനുള്ളൊരാഗ്രഹം തോന്നും. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഹിന്ദി സാഹിത്യത്തിലെ ഒരു വളരെ ഫേമസ് പോയറ്റ് ധർമ്മവീർ ഭാരതിയാണ്. അദ്ദേഹം ബേസിക്കലി ഒരു പോയറ്റായിരുന്നു. പത്മശ്രീ അവാർഡ് വിന്നറാണ് 1972. അപ്പോൾ ഈ ഒരു ട്രാവലോഗ് എഴുതിയത് അദ്ദേഹം 1997 മരണപ്പെട്ടു. അപ്പോൾ അതിന് മുമ്പ് എഴുതിയ ആ ഒരു 1980s 70s അങ്ങനെ എഴുതിയ ഒരു ട്രാവലോഗാണിത്. അപ്പോൾ അന്നത്തെ കാലഘട്ടം ഓർക്കണം. ഇൻ്റർനെറ്റും യൂട്യൂബും മൊബൈലും ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. ഓക്കെ, ഇൻ്റർനെറ്റ് കാണും, പക്ഷേ ഇത്ര കോമൺ ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ, ഹിമാലയത്തിൻ്റെ ആ മഞ്ഞ് മൂടിയ മനോഹരമായ കാഴ്ചകൾ, ഹിൽ സ്റ്റേഷൻസിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് ഇന്ന് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണേലും ഈ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അന്നത് പോസിബിൾ അല്ലായിരുന്നു. അന്ന് അവിടെ ചെന്ന് വേണം ഈ ഒരു മനോഹരമായ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ. അതുകൊണ്ട് തന്നെ കസൗനിയിലേക്കുള്ള ഈ ഒരു യാത്ര അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നത്. ആ ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഈ കസോനി എന്ന് പറയുമ്പം ഗേറ്റ് വേ ടു ഹെവൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതാ ഉത്തരാഖണ്ഡിലാണ്. ഇതാ നോക്കി, ഉത്തരാഖണ്ഡിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ്, ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ നദികൾ കോസി, ഗോമതി, രാംഗംഗ ഈ നദികളൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ ഇത് ബേസിക്കലി കസോനി വർണ്ണ എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. മഹാത്മാഗാന്ധി അവിടെ ചെന്ന് താമസിക്കുകയും മഹാത്മാഗാന്ധിജി കുറേ നാൾ അവിടെ താമസിക്കുകയും അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം അനാസക്തി യോഗ് എഴുതി പൂർത്തിയാക്കിയത്. ആ ഒരു ഹിൽ സ്റ്റേഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, കാണാൻ ഒരുപാട് ഉണ്ട് അവിടെ. ഫോർ എക്സാമ്പിൾ രുദ്രാധരി ഫോൾസ് ഉണ്ട്, വെള്ളച്ചാട്ടം. രുദ്രാധരി വെള്ളച്ചാട്ടം, കേവ്സ് ഉണ്ട്, നാച്ചുറൽ കേവ്സ് ഉണ്ട്. പിന്നെ ട്രെക്കിംഗ് ചെയ്യാം, ട്രെക്കിംഗ് താല്പര്യമുള്ളവർക്ക്. പിന്നെ പിൽഗ്രിമേജിനാണെങ്കിൽ, ഭക്തിയാണെങ്കിൽ ബൈജ്നാഥ് ടെമ്പിൾ ഉണ്ട്. പിന്നെ അനാസക്തി ആശ്രമമുണ്ട്, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് ഗാന്ധിജിയാണ് അനാസക്തി ആശ്രമം. പിന്നെ ഒരുപാട് ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതല്ലെങ്കിലും എല്ലാ ഹിൽ സ്റ്റേഷനിലും ടീ എസ്റ്റേറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രാവലോഗ് വായിച്ചിട്ട് നമുക്ക് കസൗനി അല്ലെങ്കിലും വളരെ ഫേമസ് ആണ്, ഒരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെയാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ കസോനി കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ കാണുക. അതൊരു യാത്രാ വിവരണം നമ്മളെ അതാണ് പ്രചോദനം നൽകുന്നത്. കാണാൻ അവസരമുള്ളവർ, കാരണം ഓരോ ട്രാവലും നമ്മളെ ഓരോ ലൈഫിലെ പാഠമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ട്രാവലിംഗ് താല്പര്യമുള്ളവർ തീർച്ചയായും കസോനി വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഈ ഒരു യാത്രാ വിവരണത്തിലേക്ക് വരാം. ആമുഖം ഇത്രയും മതി. ഠേലെ പർ ഹിമാലയ. ठेले पर हिमालय खास दिलचस्प शीर्षक है ना, और यकीन कीजिए इसे बिल्कुल ढूंढना नहीं पड़ा, बैठे बिठाए मिल गया. ഈ ഠേല എന്ന് വെച്ചാൽ ഉന്തുവണ്ടിയുടെ മുകളിൽ ഹിമാലയ. അപ്പോൾ അതൊരു വിചിത്രമായ ഒരു ടൈറ്റിലാണ് അല്ലേ? ഖാസ് ദിൽചസ്പ് ശീർഷക് ഹെ और यकीन कीजिए इसे बिल्कुल ढूंढना नहीं पड़ा. അപ്പോൾ ധർമ്മവീർ ഭാരതി റൈറ്റർ പറയുന്നത്, എനിക്ക് ഈ ഒരു ടൈറ്റിൽ തേടി നടക്കേണ്ടിയൊന്നും വന്നില്ല. ബൈഠേ ബിഠായെ മിൽ ഗയ, ഇങ്ങനെ എനിക്കതങ്ങ് കിട്ടി. എങ്ങനെ കിട്ടി? അഭി കൽ की बात है, एक पान की दुकान पर मैं अपने गुरुजन उपन्यासकार मित्र के साथ खड़ा था कि ठेले पर बर्फ़ की सिले लादे हुए बर्फ़ वाला आया. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അത് ഒരു എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. സുഹൃത്തിൻ്റെ കൂടെ, എൻ്റെ ഗുരുതുല്യനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ പാൻ കി ദുകാൻ പർ, മുറുക്കാനും ചവച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കൂടെ റോഡിൽ കൂടെ ഒരു ഉന്തുവണ്ടിയിൽ വലിയ ഐസ് കട്ട ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ठंडी चिकनी चमकती बर्फ से भाप उड़ रही थी. मेरे मित्र का जन्म स्थान अल्मोड़ा है. वे क्षण भर उस बर्फ को देखते रहे. उठती हुई भाप में खोए खोए से ही बोले, यही बर्फ तो ഹിമാലയ की शोभा है. അപ്പം ഞാനും എൻ്റെ ഗുരുതുല്യനായ
നോവലിസ്റ്റായ സുഹൃത്തും കൂടെ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ഉന്തുവണ്ടിയിൽ ഒരു വലിയ പീസ് ഐസ് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ആ സുഹൃത്ത് അൽമോഡായി ഒരു ഹിൽ സ്റ്റേഷനാണ്, ഹില്ലി ഏരിയയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഐസ് കണ്ടപ്പം തൻ്റെ ഗ്രാമം ഓർമ്മ വന്നു. തൻ്റെ ആ ഒരു ഹിമാലയത്തിന് താഴ്വാരത്തിലുള്ള തൻ്റെ ഗ്രാമം ഓർമ്മ വന്നു. ആ ഒരു ഠണ്ഡി ചിക്നി ബർഫ്, നല്ല സോഫ്റ്റ് സ്മൂത്ത് തണുത്ത ഉറച്ച ആ ഐസിൽ കൂടെ ആവി പറക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ ഐസിലിങ്ങനെ ആവി പറക്കും. ഭാപ് ഉഡ് രഹി ഥി. ആ ഒരു ഐസിനെ കണ്ടിട്ട് എൻ്റെ സുഹൃത്ത് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് പറയും, യഹി ബർഫ് തോ ഹിമാലയ കി ശോഭ ഹെ. ഈ ഐസല്ലേ വാസ്തവത്തിൽ ഹിമാലയത്തിനൊരു അലങ്കാരം. और तत्काल शीर्षक मेरे मन में कौंध गया, ठेले पर ഹിമാലയ. പെട്ടെന്ന് എനിക്ക് അപ്പോൾ എഴുത്തുകാർക്ക് നമ്മളെപ്പോലെയല്ല, എഴുത്തുകാർക്ക് പെട്ടെന്ന് ലിറ്ററേച്ചർ സംബന്ധമായ ഐഡിയാസ് വരും, എങ്ങനെ എഴുതണം, അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയായിരിക്കണം. അപ്പോൾ ഠേലെ പർ ഹിമാലയ, ഉന്തുവണ്ടിയിൽ പോകുന്ന ഐസിനെ കണ്ടിട്ട് ഉന്തുവണ്ടിയിൽ തന്നെ ഹിമാലയ. കാരണം ഹിമം ഐസിൻ്റെ ആലയമായിട്ടാണ് നമ്മൾ ഹിമാലയത്തിനെ കാണുന്നത്. सिर्फ बर्फ़ को बहुत निकट से देख पाने के लिए ही हम लोग കോസാനി गए थे. അപ്പം ഞങ്ങളുടെ ഈ ട്രിപ്പ് കോസാനി എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ആ സ്ഥലം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഞങ്ങൾക്ക് കേൾവിയേ ഉള്ളൂ. കോസാനി വളരെ ബ്യൂട്ടിഫുള്ളാണ്, അവിടെ നിന്ന് ഹിമാലയം കാണാം, ഐസ് കാണാം, വളരെ മനോഹരമാണ് എന്നൊക്കെ ഇങ്ങനെ കേൾവിയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോയത് എന്തിനാണ്? സിർഫ് ബർഫ് കോ നിക്കട്ട് സെ ദേഖ്നെ കെ ലിയെ, നാച്ചുറൽ ഐസിനെ അടുത്തുനിന്ന് കാണാനാണ് പോയത്. നൈനിതാൽ സെ റാണിഖേത് और रानीखेत से मचकाली के भयानक मोड़ों को पार करते हुए कोसी से एक सड़क अल्मोड़ा चली जाती है, दूसरी കോസാനി. നൈനിതാലിൽ നിന്ന് റാണിഖേത്തിൽ നിന്ന് മച്കാലി, ഇതൊക്കെ സ്ഥലപ്പേരുകളാണ് കേട്ടോ. ഈ നൈനിതാൽ ഒരു ഹിൽ സ്റ്റേഷനാണ്, ഒരു ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷനാണ്. അതിനെ സിറ്റി ഓഫ് ലേക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു നൈനിതാൽ എന്ന പേര് വീണതിനും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഈ ഹിൽ സ്റ്റേഷൻ ഒരു മാംഗോ ഷേപ്ഡ് ഒരു ലേക്കിൻ്റെ ചുറ്റിനുമാണ് സ്ഥിതി ചെയ്യുന്നത്. ലേക്കിനെ അവർ ലോക്കൽ ലാംഗ്വേജിൽ താൽ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ നൈനിതാൽ മാംഗോ ഷേപ്ഡ് ലേക്ക്. നോക്ക്, ഇതാണ് മാംഗോ ഷേപ്ഡ് ലേക്ക്. അപ്പോൾ അതിൻ്റെ ചുറ്റിനുമാണ് ഈ നൈനിതാൽ എന്നൊരു ഹിൽ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റാണിഖേത്ത്, നൈനിതാൽ, മച്കാലി, അങ്ങനെ ഭയാനക് മോഡോ കോ പാർ കർത്തേ ഹുവേ. ഭയാനക് മോഡ് എന്ന് വെച്ചാൽ വളരെ ഡേഞ്ചറസ് ടേൺസ് ആണ്. നമുക്കറിയാം, നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അറിയാം അല്ലേ, മൗണ്ടൻ ഏരിയയിലൂടെ റോഡൊക്കെ ഇങ്ങനെ പാമ്പ് പോലെ വളഞ്ഞ് കിടക്കും. ഉസേ പാർ കർത്തേ ഹുവേ ഹം കോസിയും ഒരു സ്ഥലപ്പേരാണ്. കോസി സെ ഏക് സഡക് അൽമോഡ ചലി ജാത്തി ഹെ, ദൂസരി കോസാനി. അപ്പോൾ കോസിന്ന് വന്നിട്ടാണ് ഒരു ഡൈവേർഷൻ വരുന്നത്. ഒരു റോഡ് അൽമോഡയിലേക്ക് പോവും, ഒരു റോഡ് കോസാനിയിലേക്ക് പോവും. കിത്തന കഷ്ടപ്രദ്, കിത്തന സൂഖ और कितना कुरूप है वह रास्ता, पानी का कहीं नाम निशान नहीं, सूखे भूरे पहाड़, ഹരിയാലി കാ നാം നഹി. അപ്പോൾ ആ വഴിയിലൊക്കെ പോയപ്പം വളരെ കഷ്ടപ്രദ്, കിത്തന സൂഖ. ഒരു മൗണ്ടൻ ഏരിയയിൽ പോകുമ്പോൾ നമ്മുടെ പൊതുവേ ഒരു ധാരണ നല്ല ഗ്രീനറി, പിന്നെ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണും, നമുക്ക് നല്ല ഒരു പ്രതീക്ഷയാണ് അല്ലേ. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത്, വളരെ കഷ്ടപ്രദ്, കിത്തന സൂഖ, കിത്തന കുരൂപ്, കാണാനൊരു ഭംഗിയില്ല. പ്രകൃതി മനോഹരമായിട്ട് നിൽക്കുന്നത് പച്ചിപ്പ് വീശുമ്പോഴാണ് അല്ലേ, പച്ച കളറിലെ ഗ്രീനറി കാണുമ്പോഴാണ് ഭംഗി. പക്ഷേ ഇതെല്ലാം ഉണങ്ങി കരിഞ്ഞ ഒരു ഭംഗിയില്ലാത്തൊരു കാഴ്ച. പാനി കാ കഹി നാം നിശാൻ നഹി, സൂഖേ ഭൂരെ പഹാഡ്, ഹരിയാലി കാ നാം നഹി. വെള്ളം കാണാനുമില്ല, എല്ലാം ഒരുമാതിരി ഉണങ്ങിയ ബ്രൗണിഷ് കളറിലെ മൗണ്ടൻ ഏരിയ, ഒരു ഭംഗിയില്ല. ढालों को काट कर बनाए हुए टेढ़े मेढ़े रास्ते जो थोड़े से हो तो शायद अच्छे भी लगे. അതുപോലെ ढालों को काट कर, വലിയ ഉയർച്ചകളെല്ലാം മുറിച്ച് അവർ റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതും ടേഡേ മേഡേ, ഒരുപാടങ്ങ് വളഞ്ഞ് നമുക്ക് കുറച്ചൊക്കെയാണ് സഹിക്കാം, പക്ഷേ ഈ ടേണിങ്സ് വളരെയധികം കൂടുതൽ. पर उनका एकारस सिलसिला बिल्कुल शैतान की आंत मालूम पड़ता है. ആ ഒരേ എപ്പോഴും ഇങ്ങനെ ടേണിങ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ശൈത്താൻ്റെ കുടലിലൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നും, അത്രയ്ക്ക് വളവ്. फिर मचकाली के टेढ़े मेढ़े रास्ते पर अल्मोड़ा का एक नौसिखुआ और लापरवाह ड्राइवर, जिसने बस के तमाम मुसाफिरों की ऐसी हालत कर दी कि जब हम कोसी पहुँचे तो सभी मुसाफिरों के चेहरे പീലെ പട് ചുക്കേ ഥേ. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ആ ഒരു ബസ് ഡ്രൈവർ, അയാൾ ഒരു നോസിഖോ ആയിരുന്നു, ഒരു പുതിയ ഡ്രൈവറായിരുന്നു. അയാളുടെ ഡ്രൈവിംഗ് വളരെ മോശം. ലാപ്പർവാ ഡ്രൈവർ, ഒരു കെയർലെസ് ഡ്രൈവർ എന്ന് വെച്ചാൽ
പെട്ടെന്ന് ബ്രേക്ക് അടിക്കുന്നത്, സഡൻ ബ്രേക്ക് അടിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ യാത്ര ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും, നമ്മുടെ ചെവി വേദന എടുക്കും, നമ്മുടെ പ്രഷർ വേരിയേഷൻ കാരണം നമുക്ക് വളരെ അസ്വസ്ഥത തോന്നും. നമ്മൾ സാധാരണ റോഡിൽ കൂടെ ഓടിക്കുന്ന പോലെയല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പന്ന ഡ്രൈവറും. അപ്പോൾ എല്ലാ തമാം മുസാഫിർ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബസ്സിലുള്ള എല്ലാവരുടെയും മുഖം അങ്ങ് വെളറി വെളുത്ത് ഞങ്ങൾ കോസി എത്തിയപ്പോഴത്തേക്കിന്. कोसानी जाने वाले सिर्फ हम 2 थे, वहीं उतर गए. बस अल्मोड़ा चली गई. सामने के एक टीन के छप्पर में काठ की बेंच पर बैठकर हम वक्त काटते रहे. तबीयत सुस्त थी और मौसम में उमस भी. 2 घंटे बाद दूसरी लॉरी आकर रुकी और जब उसमें प्रसन्न वदन शुक्ल जी को उतरते देखा तो हम लोगों की जान में जान आई. അപ്പോൾ ഒരു കെയർലെസ് ആയിട്ടുള്ളൊരു ഡ്രൈവർ, ഒരു വൃത്തിയായിട്ട ഡ്രൈവിങ്, അതുപോലത്തെ വഴികളും അതേപോലത്തെ കാണാനുള്ള കാഴ്ചകളും കൊള്ളത്തില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ വലിയ ആകാംക്ഷയോടെ എന്തോ വലിയൊരു സ്വർഗതുല്യമായ ഒരു കാഴ്ച കാണാൻ പോകുന്നെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചൊരു ട്രാവലാണ്. പക്ഷേ ഞങ്ങൾക്ക് വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഞങ്ങൾ അവിടെ ഇറങ്ങി ബസ് അൽമോഡയിലേക്ക് പോയി. അപ്പോൾ അവിടെ സാമനെ എക് ടീൻ കെ ഛപ്പർ മേ एक काट की बेंच पर बैठकर हम वक्त काटने लगे. അപ്പോൾ അവിടെ ഒരു ചെറിയ സിറ്റിംഗ്, നമ്മൾ ട്രാവലേഴ്സിന് വലിയ ഇരിക്കാനുള്ള കംഫർട്ട് സ്റ്റേഷൻസ് ഒന്നും ഇല്ല, ഹിൽ സ്റ്റേഷനാണ് ഓർക്കണം. ഒരു ചെറിയ സെറ്റപ്പിലുണ്ടായിരുന്നൊരു ബെഞ്ച് ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഇരുന്നു. തബിയത്ത് സുസ്ത് തി. സുസ്ത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ആകെ കൂടെ മനസ്സ് ആകെ കൂടെ അങ്ങ് വെറീഡായിരുന്നു. ഞങ്ങൾക്കൊരു സന്തോഷവും ഒരു ഉന്മേഷവും ഇല്ലായിരുന്നു. ഓർ മോസം മേ ഉമസ് ഭി. മോസവും ആ ഒരു ക്ലൈമറ്റും അത്ര ഇതില്ല, ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. 2 घंटे बाद दूसरी लॉरी आकर रुकी और जब उसमें प्रसन्न वदन शुक्ल जी को उतरते देखा तो हम लोगों की जान में जान आई. അടുത്ത വണ്ടി വന്നപ്പം എപ്പോഴും ബസ്സും ഇല്ല. ഹിൽ സ്റ്റേഷനിലൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ ഓടുന്ന പോലെ എപ്പോഴും ബസ്സില്ല. അപ്പോൾ അടുത്ത ലോറി വന്നപ്പം ശുക്ലജിയെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ജീവൻ വീണത്. ശുക്ലജി ജൈസാ സഫർ കാ സാഥി പിछले जन्म के पुण्यों से ही मिलता है. ഇപ്പോൾ ചിലരുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ആവേശമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. നമുക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ശുക്ലജി. उन्होंने ही हमें कोसानी आने का उत्साह दिलाया था और खुद तो कभी उनके चेहरे पर थकान या सुस्ती दिखी ही नहीं थी. ഈ ശുക്ലജിയാണ് ഞങ്ങളോട് പറഞ്ഞത് കോസാനി നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ശുക്ലജിയുടെ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫേസിൽ ഒരു ക്ഷീണവോ ഒരു ദുഃഖഭാവമോ ഒന്നും കാണാറില്ല. എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ശുക്ലജി. उन्हें देखते ही हमारी भी सारी थकान काफूर हो जाया करती थी. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഞങ്ങളുടെ ക്ഷീണമെല്ലാം അങ്ങ് മാറുമായിരുന്നു. കാഫൂർ ഹോന എന്ന് വെച്ചാൽ അങ്ങ് ഡിസപ്പിയർ ആവുമായിരുന്നു. അപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സിനെ ഓർത്തിരിക്കേണ്ടത് ഈ വന്നിറങ്ങിയ ആളാണ് ശുക്ലജി. ഇവർ പോകുന്നത് കോസാനി. ഓക്കെ. पर शुक्ल जी के साथ यह नई मूर्ति कौन है? लंबा दुबला शरीर, पतला सांवला चेहरा, एमिल जोला सी दाढ़ी, ढीला ढाला पतलून, कंधे पर पड़ी हुई ऊनी जर्किन, बगल में लटकता हुआ जाने थर्मस या कैमरा या ബൈനാക്കുലർ. പക്ഷെ ഞങ്ങളുടെ അതിശയത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ശുക്ലജി ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. അപ്പം ശുക്ലജിയുടെ കൂടെ ഒരു പുതിയ അവതാരം, അയാളിങ്ങനെ നീണ്ട മെലിഞ്ഞിരിക്കുകയാണ്. പത്ല സാംല ചെഹ്റ, ഒരുമാതിരി ഒരു വലിയ സാഹിത്യം, വലിയ ചില മോഡേൺ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, മോഡേൺ ആർട്ടൊക്കെ ചെയ്യുന്ന അവരെ പോലത്തെ ദാടിയും ലൂസ് കുർത്തയും, പിന്നെ ഒരു ബൈനാക്കുലറാണോ എന്തോ ആണോ തൂക്കിയിട്ടിട്ടുണ്ട്. ക്യാമറയാണോ തെർമസാണോ ബൈനാക്കുലറാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ള ഒരു ബുദ്ധിജീവി ലുക്കിലുള്ള ഒരു നീണ്ട ഒരു മനുഷ്യൻ ശുക്ലജിയുടെ കൂടെ വന്നിരിക്കുകയാണ്. और खासी अटपटी चाल थी बाबू साहब की. यह पतला दुबला मुझ जैसा सीकिया शरीर और उस पर आपका झूमते हुए आना मेरे चेहरे पर निरंतर घनी होती हुई उत्सुकता को ताड़ कर शुक्ल जी ने कहा, हमारे शहर के मशहूर चित्रकार हैं सेन. അപ്പം ശുക്ലജിയുടെ കൂടെ ഇങ്ങനെ മെലിഞ്ഞ മനുഷ്യൻ ഇങ്ങനെ ഒരു ബുദ്ധിജീവിയുടെ ഒരു ലുക്കുള്ള ഒരു ബൈനാക്കുലർ പോലെ എന്തോ തൂക്കിയിട്ട് ഇങ്ങനെ ആടി വരുന്ന കണ്ടപ്പോൾ എൻ്റെ മുഖഭാവം കണ്ടപ്പം തന്നെ ശുക്ലജിക്ക് മനസ്സിലായി ഈ കൂടെ വരുന്ന ആരാണെന്നുള്ള ആകാംക്ഷയാണ് എൻ്റെ മുഖത്തുനിന്ന്. അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇതൊരു ഫേമസ് ആർട്ടിസ്റ്റാണ്, സെൻ എന്നാ പേര്. അപ്പോൾ പേര് നോട്ട് ചെയ്തേരെ. ശുക്ലജിയുടെ കൂടെ വന്ന ആർട്ടിസ്റ്റിൻ്റെ പേര്, മെലിഞ്ഞ നീണ്ട ആർട്ടിസ്റ്റിൻ്റെ പേര് സെൻ എന്നാണ്. अकादमी से इनकी कृतियों पर पुरस्कार मिला है.
ഉസി റുപ്പിയെ സെ ഘൂംകർ ഛുട്ടിയാ ബിതാ രഹേ ഹൈ. ആർട്ട് അക്കാഡമിയിൽ നിന്ന് ഇദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ പ്രൈസ് മണി ഇദ്ദേഹം ട്രാവലിന് ഉപയോഗിക്കുകയാണ്. थोड़ी देर में हम लोगों के साथ सेन घुल मिल गया. कितना मीठा था हृदय से वह, वैसे उसके कर्तव्य ആകെ ചൽക്കർ ദേഖ്നേമയായി. വളരെ സ്വീറ്റ് പെരുമാറ്റമായിരുന്നു ഈ മെലിഞ്ഞ് നീണ്ട മനുഷ്യൻ്റെത്, സേൻ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായി. ആദ്യം ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളിനെ ശുക്ലജി കൂട്ടിക്കൊണ്ട് വന്നപ്പം ഒരു അതിശയമുണ്ടായിരുന്നു. कोसी से बस चली तो रास्ते का सारा दृश्य बदल गया. सुडौल पत्थरों पर कल कल करती हुई कोसी, किनारे के छोटे छोटे सुंदर गांव और हरे मखमली खेत. कितनी सुंदर है സോമേശ്വർ കി ഘാട്ടി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് ഉള്ള ഞങ്ങളുടെ യാത്ര വളരെ മനോഹരമായിരുന്നു. കോസിയിൽ നിന്ന് ബസ് അങ്ങോട്ട് പോയപ്പോൾ രാസ്തേ കാ സാരാ ദൃശ്യ ബദൽ ഗയ. ആദ്യം കണ്ട കാഴ്ചകൾ ഉണങ്ങിക്കരിഞ്ഞ കുറേ പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടത് കൽ കൽ കർത്തി ഹുയി കോസി. കോസി നദി നല്ല കൽ ചെയ്ത് ഒഴുകുന്നു. കോസി നദി നല്ല കലകലനാദമായിട്ട് ഒഴുകുന്നു. കിനാരേക്ക് ഛോട്ടെ ഛോട്ടെ സുന്ദർ ഗാവ് और हरे मखमली खेत, നല്ല ഗ്രീനറി, നല്ല ഗ്രാമപ്രദേശം. കിത്നി സുന്ദർ ഹെ സോമേശ്വർ കി ഘാട്ടി. സോമേശ്വറിൻ്റെ ഈ താഴ്വാരം എത്ര മനോഹരമാണ്. ഇതാ ഇതുപോലെ സോമേശ്വറിൻ്റെ ഘാട്ടിയാണ്, എന്ത് മനോഹരമാണ്. ഹരി ഭരി एक के बाद एक बस स्टेशन पड़ते थे. छोटे छोटे पहाड़ी डाक खाने, चाय की दुकानें और कभी कभी कोसी या उसमें गिरने वाले नदी नालों पर बने हुए पुल. कहीं कहीं सड़क निर्जन चीड़ के जंगलों से गुजरती थी. അപ്പോൾ പിന്നീട് കണ്ട കാഴ്ച വളരെ മനോഹരമായിരുന്നു. ചെറിയ ചെറിയ കടകൾ, നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അറിയാമല്ലേ, അവിടുത്തെ വീടുകൾക്ക് നമ്മളെ പോലത്തെ വലിയ ബിൽഡിങ്സ് ഒന്നുമല്ല, ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ ഓട, വെള്ളം ഒഴുകുന്നു. ചിലപ്പം നിർജൻ ചീട് കെ ജംഗളോ സെ ഗുസർത്തി थी സടക്. ചീട് എന്ന് വെച്ചാൽ വലിയ വൃക്ഷമാണ്, നല്ല വലിയ മരമാണ്. അപ്പോൾ ശൂന്യമായ വിജനമായ ഒരു ഡെൻസ് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ വണ്ടി പോകുന്ന പോലെ തോന്നും. टेढ़ी मेढ़ी ऊपर नीचे रेंगती हुई कंकड़ीली पीठ वाले अजगर सी सड़क पर धीरे धीरे बस चली जा रही थी. रास्ता सुहावना था और उस थकावट के बाद उसका सुहावनापन हमें और भी तंद्रालस बना रहा था. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. അജ്ഗർ സി സടക് തി. ഇതുപോലെ സാപ്പ്, ഇതുപോലെ അജ്ഗർ, വലിയ പെരുമ്പാമ്പ് ഇങ്ങനെ പിടഞ്ഞു കിടക്കുന്ന പോലത്തെ വഴികൾ. പക്ഷേ ഞങ്ങളുടെ ക്ഷീണമൊക്കെ മാറി. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സീനറി വളരെ മനോഹരമാണ്. രണ്ടാമത്, ഞങ്ങൾക്ക് ശുക്ലജിയെ പോലെ ഒരു നല്ല കൂട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ വളരെ, ഞങ്ങളുടെ മനസ്സെല്ലാം അങ്ങ് ഈ ക്ഷീണമൊന്നും അറിയുന്നില്ല, ഞങ്ങൾ വളരെ ഹാപ്പിയായി. पर जो जो बस आगे बढ़ रही थी त्यों त्यों हमारे मन में एक अजीब सी निराशा छाती जा रही थी. अब तो हम लोग कोसानी के नज़दीक हैं. कोसी से 18 मील चले आए. कोसानी सिर्फ 6 मील है. पर कहाँ गया वह अतुलित सौंदर्य, वह जादू जो कोसानी के बारे में सुना जाता था. പക്ഷേ ഈ സീനറിയൊക്കെ കൊള്ളാമെങ്കിലും ഞങ്ങൾ ഇപ്പം ഒരു ഓൾമോസ്റ്റ് കോസിയിൽ നിന്ന് 18 മൈല് വന്നു കഴിഞ്ഞു, യാത്ര പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ കോസാനി എന്ന ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ ഒരു 6 മൈലൂടെ ഉള്ളൂ. പക്ഷേ ഇതുവരെയും ആ ഒരു കോസാനിയെ പറ്റി കേട്ട ഒരു മനോഹരമായ, ഇപ്പം നമ്മൾ ചില സിനിമ വളരെ ഹിറ്റാണ്, വളരെ നല്ലതാണ്, കണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി സിനിമ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അയ്യോ ഇതായിരുന്നോ നല്ല സിനിമയെന്ന് പറയും. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു ദുഃഖം വരില്ലേ? അതുപോലെയാണ്. ഇത്രയും യാത്ര ചെയ്തു കഴിഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്താറായി, എന്നിട്ടും ആ പറഞ്ഞ സൗന്ദര്യ, ഒരു അതുല്യമായ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷനൊന്നും ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടില്ല. आते समय मेरे एक सहयोगी ने कहा था कि कश्मीर के मुकाबले में उन्हें कोसानी से अधिक मोह है. അപ്പോൾ എൻ്റെ ഒരു കൊലീഗ്, ഞാനിങ്ങനെ ട്രാവലിൽ പോവാ, കോസാനി കാണാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൊലീഗ് പറഞ്ഞിരുന്നു, എനിക്ക് വാസ്തവത്തിൽ എല്ലാവരും കശ്മീരാണ് ഭയങ്കര മനോഹരം, മഞ്ഞ് മൂടിയ പ്രദേശമൊക്കെ താഴ്വാരമൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് ഉള്ളത് പറയാമല്ലോ, എനിക്ക് കോസാനിയാണ് കൂടുതൽ ഇഷ്ടം എന്നൊരു കൊലീഗ് പറഞ്ഞിരുന്നു. ഗാന്ധിജിനെ യഹി അനാസക്തി योग लिखा था और कहा था स्विट्जरलैंड का आभास कोसानी में ही होता है. ബാപ്പുജി, ഗാന്ധിജിയും ഇവിടെയാണ് അനാസക്തി योग എഴുതിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു പ്രതീതി ഈ കോസാനിയിലാണ് അനുഭവപ്പെടുന്നത്. യെ നദി ഘാട്ടി ഖേത് ഗാവ് സുന്ദർ ഹെ കിന്തു ഇത്തനി പ്രശംസാ കെ യോഗ്യ തോ നഹി ഹി ഹെ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ നദി, ഈ താഴ്വാരം, ഈ കൃഷിസ്ഥലം, ഈ ഗ്രാമമെല്ലാം മനോഹരമാണ്, അംഗീകരിച്ചു. പക്ഷേ ഈ ഗാന്ധിജിയും
മറ്റവരുമൊക്കെ പുകഴ്ത്തിയ അത്രയും ഭംഗിയൊന്നും ഇവിടെ ഇല്ല. हम कभी कभी अपना संशय शुक्ल जी से व्यक्त भी करने लगे और ज्यों ज्यों कोसानी नज़दीक आती गई त्यों त्यों अधैर्य, फिर असंतोष और अंत में तो क्षोभ हमारे चेहरे पर ഝലക്കായ. ഞങ്ങൾ ഞങ്ങളുടെ ഈ സംശയം ശുക്ലജിയുടെ അടുത്ത് പല പ്രാവശ്യവും അവതരിപ്പിച്ചു. എന്ത് സംശയം? ഇയാളല്ലേ പറഞ്ഞ വലിയ കോസാനി ഭയങ്കര ഭംഗിയാണെന്ന്. പക്ഷേ എവിടെ കിടക്കുന്ന കോസാനി? കോസാനി ഇപ്പം എത്താറായല്ലോ, കാണാനൊരു ഭംഗി. ഇവൻ നമ്മൾ ഡൽഹിയിൽ നമ്മൾ താജ്മഹൽ കാണാൻ പോകുമ്പോഴും അതുപോലെയാണ്. ആഗ്രയിലെ ഒരു ചെറിയൊരു സ്ഥലത്താണ് ഈ താജ്മഹൽ. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് വരുമ്പം വരെ നമുക്ക് താജ്മഹൽ കാണുന്നതായിട്ട് ഒരു പ്രതീതിയും കാണത്തില്ല. കൊച്ചു കൊച്ചു ഈ ലെതർ ഇൻഡസ്ട്രിയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ ഇടയ്ക്കൂടെ ചെന്നിട്ടാണ് ഇത്രയും മനോഹരമായ താജ്മഹൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതേപോലെ ഞാൻ ശുക്ലജിയുടെ അടുത്ത് ചോദിക്കും. പല പ്രാവശ്യവും ഞങ്ങളുടെ മുഖഭാവം കണ്ടപ്പം തന്നെ ശുക്ലജിക്ക് മനസ്സിലായി ഇവർക്കൊരു തൃപ്തി വരുന്നില്ല എന്ന്. और जो जो कोसानी नज़दीक आती गई त्यों त्यों हम अधैर्य होते गए. अधैर्य എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ഷമ കെട്ടു. അസന്തോഷ്, അന്തമേ ശോഭ്, അസന്തോഷ് ദുഃഖം, വിഷമം. ഇത്രയും ദൂരം വന്നത് ഇതിനായിരുന്നോ? ശോഭ് ദേഷ്യം. शुक्ल जी की क्या प्रतिक्रिया थी हमारी इन भावनाओं पर यह स्पष्ट नहीं हो पाया क्योंकि वे बिल्कुल चुप थे. പക്ഷേ ശുക്ലജിക്കറിയാം ഇവർ സ്ഥലം എത്തിയില്ലല്ലോ, എത്തുന്നതിന് മുമ്പേ എല്ലാവർക്കും ഇങ്ങനെ തോന്നാറുണ്ടായിരിക്കാം. അതുകൊണ്ട് ശുക്ലജി മിണ്ടാതെ ഇരുന്നു. ഞങ്ങളുടെ ഈ ദേഷ്യവും പരിഭവവും ഒന്നും കാണാത്ത മട്ടിൽ അഭിനയിച്ചു. सहसा बस ने एक बहुत लंबा चौड़ा मोड़ लिया और ढाल पर बढ़ने लगी. പെട്ടെന്ന് സഡൻ ആണ് ഒരു വലിയ ടേണിംഗ് ബസ് എടുത്തത്. എന്നിട്ട് ഒരു വലിയ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ തുടങ്ങി. सोमेश्वर की घाटी के उत्तर में जो ऊंची पर्वतमाला है उसी पर बिल्कुल शिखर पर कोसानी बसा हुआ है. സോമേശ്വർ ഘാട്ടി, സോമേശ്വർ താഴ്വാരത്തിലെ അതിൻ്റെ അവിടെയുള്ള ഒരു ഊഞ്ചി പർവ്വത്മാല, ഒരു പർവ്വത ശൃംഖല, അതിൻ്റെ ഏറ്റവും ഉയർച്ചയിലുള്ള ശിഖരത്തിലാണ് വാസ്തവത്തിൽ കോസാനി. കോസാനി से दूसरी ओर फिर ढाल शुरू हो जाती है. കോസാനി के अड्डे पर आकर बस रुकी. കോസാനിയിൽ എത്തിക്കഴിഞ്ഞ് ബസ് അവിടെ നിന്നു. हम लोग बस से उतरे और मंत्रमुग्ध हो सामने का दृश्य देखने लगे. നോക്കൂ, ഞങ്ങൾ ഞെട്ടിപ്പോയി. കോസാനിയുടെ ആ ഒരു ബസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഇറങ്ങി. പിന്നീടുള്ള സീൻ കാഴ്ച കണ്ട് ഹം മന്ത്രമുഗ്ധ ഹോ ഗയി. मैं सामने की दृश्यावलियों में बिल्कुल खो गया. അതാ ഈ മുന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട് ഞാൻ ആകെ അങ്ങ് എന്നെ തന്നെ മറന്ന്. कितना अपार सौंदर्य बिखरा था सामने की घाटी में. इस कौसानी की पर्वतमाला ने अपने अंचल में जो यह कत्थूर की रंग बिरंगी घाटी छिपा रखी है इसमें किन्नर और यक्ष ही तो वास करते होंगे. അപ്പോൾ ഈ ഒരു മനോഹരമായ താഴ്വാരം, ഈ ഒരു ഹിമാലയത്തിൻ്റെ ഈ ഒരു താഴ്വാരത്തിൽ കിന്നറുകളും യക്ഷകളും ഒക്കെ താമസിക്കുന്നു എന്ന് നമ്മൾ പുരാണത്തിൽ പറയുന്നതിൽ അതിശയം ഒന്നും തന്നെ ഇല്ല. ആരാണ് ഈ കിന്നറും യക്ഷും? കിന്നർ എന്ന് പറയുമ്പം സ്വർഗത്തിലെ ഗായകന്മാരായിരുന്നു എന്ന് പറയുന്നത്, പാട്ട് പാടുന്നവർ, ഗാനെ ബജാനേക്ക് പേശാക്കറിനെ വാലെ, ആ ഒരു ടൈപ്പ് ജാതിയായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് കിന്നർ എന്ന് പറയുന്ന ഈ ഹിജ്റകളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ കിന്നർ എന്ന് ഉപയോഗിക്കും. പക്ഷേ അത് തെറ്റായ പ്രയോഗമാണ്. പുരാണത്തിൽ കിന്നർ എന്ന് വെച്ചാൽ ജോ സ്വർഗക്കെ ഗായക് ഥേ. അതുപോലെ തന്നെ യക്ഷിൻ്റെ വേർഡ് മീനിങ് എന്താണെന്ന് വെച്ചാൽ ജാദു കി ശക്തി. യക്ഷു ഒരു പുരാണ ക്യാരക്ടറാണ്. അവരെ ഭഗവാൻ കെ പ്രതിനിധി മാനത്തെ ഹെ, ഈശ്വരൻ്റെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. ആക്ച്വലി യക്ഷ് രാക്ഷസന്മാരെ പോലെ തന്നെയാണ്, വളരെ ശക്തിശാലിയാണ്. പക്ഷേ ജോ രക്ഷാ കർത്തേ ഥേ ഉൻഹെ യക്ഷ് കഹത്തെ ഥേ. യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ, ദേവന്മാർ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന രാക്ഷസരെ യക്ഷ് എന്ന് പറയും, അത് നശിപ്പിക്കുന്നവരെ രാക്ഷസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ഹിമാലയത്തിൻ്റെ സൗന്ദര്യത്തിൽ, ഈ ഒരു മടിത്തട്ടിൽ കിന്നറും യക്ഷും ഒക്കെ വസിച്ചിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, സത്യമായിരിക്കും എന്ന് ലേഖക് പറയാണ്. 50 मील चौड़ी यह घाटी हरे मखाली कालीनों जैसे खेत, सुंदर गेरू की शिलाएं काट कर बने हुए लाल रास्ते, जिनके किनारे सफ़ेद पत्थरों की कतार और इधर उधर से आकर आपस में उलझ जाने वाली बेलों की लड़ियों सी नदियाँ. मन में बेसाख्ता यही आया कि इन बेलों की लड़ियों को उठाकर कलाई में लपट लूँ, आँखों में लगा लूँ. പിന്നീട് കണ്ട കാഴ്ച എന്താണ്? ഹരേ മഖാലി കാലീനോ ജൈസെ ഖേത്ത്. നല്ല ഗ്രീൻ കാർപ്പറ്റ് വിരിച്ച പോലത്തെ ഭംഗിയുള്ള
കൃഷിപ്പാടം. സുന്ദർ ഗേരു കി ശിലായ് കാട്ട് കർ ബനെ ഹുവെ ലാൽ രാസ്തെ, അതുപോലെ വഴികൾ കാണാൻ ഭംഗി. സഫേദ് പത്തറോ കി കതാർ और इधर उधर से आकर आपस में उलझ जाने वाली बेलों की लड़ियों सी नदियाँ. വള്ളിച്ചെടികൾ അങ്ങും ഇങ്ങും വന്ന് പിണഞ്ഞ് കിടക്കുന്ന പോലെയാണ് നദികൾ അങ്ങും ഇങ്ങും വന്ന് പിണഞ്ഞ് കിടക്കുന്നത്. मन में बेसाख था यही आया कि इन बेलों की लड़ियों को उठाकर കലായി മേ ലപ്പട്ട് ലൂം. ആ വള്ളിച്ചെടികൾ ആകുന്ന നദികൾ അതിനെ എടുത്ത് ഇങ്ങനെ കയ്യിലങ്ങ് എടുക്കാൻ തോന്നും. അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. മുझे मन में आया आँखों में लगा लूं, കണ്ണിൽ തൊട്ട് നമിക്കണമെന്ന് വരെ തോന്നി. अकस्मात हम एक दूसरे लोक में चले गए थे. इतना सुकुमार, इतना सुंदर, इतना सजा हुआ और इतना निष्कलंक लगा कि इस धरती पर तो जूते उतार कर पाँव पोंछ कर ആകെ ബഡ്നാ ചാഹിയേ. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പം പിന്നീട് എനിക്ക് തോന്നിയത് ഈ ഭൂപ്രദേശത്തിൽ ചെരുപ്പോ ഷൂവോ ഒന്നും ഇട്ട് ചവിട്ടാൻ പോലും പാടില്ല. ദേവഭൂമി പോലെ മനോഹരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷൂ ഒക്കെ ഊരി കാലൊക്കെ തുടച്ച് വൃത്തിയാക്കി പവിത്രമാക്കി നമ്മളൊരു അമ്പലത്തിൽ കയറുമ്പം ഒരു ദേവാലയത്തിൽ കയറുമ്പം നമ്മൾ ചെരുപ്പൊക്കെ മാറ്റി പവിത്രമാക്കി കയറുന്നത് പോലെ ഇവിടെ നിൽക്കണം. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കോസാനി. धीरे धीरे मेरी निगाहों ने उस घाटी को पार किया और जहाँ से हरे खेत, गहराती नदियाँ घने वन क्षितिज के धुंधलेपन में नीले कुहर में घुल जाते थे, वहाँ पर कुछ छोटे पर्वतों का आभास अनुभव किया. उसके बाद बादल थे और फिर कुछ नहीं, कुछ दूर उन बादलों में निगाह भटकती रही कि अकस्मात फिर एक हल्का सा विस्मय का धक्का मन को लगा. इन धीरे धीरे खिसकते हुए बादलों में यह कौन सी चीज़ है जो अटल है? यह छोटा बादल के टुकड़े सा, और कैसा अजब रंग है इसका, न सफ़ेद, न रुपहला, न हल्का नीला, पर तीनों का आभास देता हुआ. यह है क्या? बर्फ़ तो नहीं है. അപ്പോൾ പെട്ടെന്ന് ആ മലനിരകളിൽ കൊസാനിയിൽ എത്തിക്കഴിഞ്ഞ് മനോഹരമായ ദൃശ്യം കണ്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പം അവിടെ ക്ലൗഡ്സിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്നൊരു സാധനം, ഞങ്ങൾക്ക് എന്തുവാന്ന് മനസ്സിലായില്ല. ഈ ഛോട്ടാ ബാദൽ ക ടുക്കടാസ, ഇനി അത് ക്ലൗഡ് തന്നെ ആണോ? പക്ഷേ അതിൻ്റെ കളറും ഒരു ഡിഫറെൻറ്റ് കളറായിരുന്നു. വെള്ളയല്ല, ഒരു ഇളം നീലയല്ല. ഇതെന്താണ്? പർ തീനോ കാ ആഭാസ് ദേത്താ ഹുവ, മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ. അത് കണ്ടിട്ട് എന്താണ്? പിന്നീടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇനി ഇത് ഐസാണോ? ബർഫ് तो नहीं है. हाँ जी, बर्फ नहीं है तो क्या है? और अकस्मात बिजली सा यह विचार मन में कौंधा कि इस कथूर घाटी के पार वह नगाधिराज पर्वत सम्राट ഹിമാലയ है. പെട്ടെന്നാണ് ഞങ്ങൾ ഓർത്തത്, അയ്യോ കസൗനിയുടെ അപ്പുറത്ത് പിന്നെ ഹിമാലയമാണല്ലോ. ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലെ ആ ഒരു മഞ്ഞ് മൂടിയ ഒരു ഐസ് മൂടിയ ഒരു മൗണ്ടൻ ടിപ്പാണ് ഞങ്ങൾ ഈ കണ്ടത്. ഞങ്ങൾക്ക് ആദ്യം തോന്നി അത് ക്ലൗഡ്സ് ആണെന്ന്. ഇങ്ങനെ ക്ലൗഡ് പക്ഷേ ഇങ്ങനെ നീങ്ങിപ്പോയി, ഒഴുകിപ്പോയി. പക്ഷേ ആ ഒരു ഐസ് ശിഖരം കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പൊടുന്നനെ അവരുടെ മനസ്സിൽ ഈ ഒരു ഓർമ്മ വന്നു, ഈ ഒരു കാര്യം അവർക്ക് ഓർമ്മ വന്നു. ഈ ഒരു താഴ്വാരത്തിന് അപ്പുറത്താണല്ലോ पर्वत सम्राट हिमालय वसिക്കുന്നത്. बादलों ने उसे ढक रखा है, वैसे वह सामने क्या है? उसका एक कोई छोटा सा बाल स्वभाव वाला शिखर बादलों की खिड़की से झांक रहा है. അപ്പോൾ ഈ എഴുത്തുകാരൻ ബേസിക്കലി ഒരു പോയറ്റാണെന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. അപ്പോൾ ആ ഒരു മഞ്ഞ് മൂടിയ ആ ഒരു ചെറിയ ഒരു ഹിമശിഖരം, ഒരു മൗണ്ടൻ ടോപ്പ് കണ്ടപ്പോൾ കവിക്ക് തോന്നി മേഘങ്ങളുടെ ഒരു ജനാലയിലൂടെ ഒരു കൊച്ചു ബാൽ സ്വഭാവവാല ശിഖർ, ഒരു കൊച്ചു കുട്ടി, ഹിമാലയത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ രൂപം ഇങ്ങനെ വെളിയിലോട്ട് തല ഇട്ട് നോക്കുന്നത് പോലെ തോന്നി. മനോ കിടക്കി സെ ഝാക് റഹാ ഹോ, ജനാലയിലൂടെ ഇങ്ങനെ എത്തി നോക്കുന്ന പോലെ. मैं हर्षातिरेक से चीख उठा, बर्फ वह देखा, शुक्ल जी सेन सभी ने देखा, पर अकस्मात वह फिर लुप्त हो गया. ഞാനിങ്ങനെ ഐസ് ഹിമാലയത്തിലെ ആ ഒരു മഞ്ഞുമൂടിയ ആ ഒരു സീൻ കണ്ടപ്പം അതൊരു ദുർലഭമായ ഒരു സീനാണ്, എപ്പോഴൊന്നും കാണത്തില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ ബർഫ് ബർഫ് എന്ന് വിളിച്ചു പറഞ്ഞപ്പം ശുക്ലജിയും സെയിനും എല്ലാവരും കണ്ടു. पर अकस्मात वह फिर लुप्त हो गया, പെട്ടെന്ന് അതിനെ കാണാനുമില്ല. लगा उसे बाल शिखर जान किसी ने अंदर खींच लिया कि खिड़की से झांक रहा है, कहीं गिर न पड़े.
അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് അതൊരു കൊച്ചു കുട്ടി നമ്മൾ ജനലിൽ കൂടെ ഒക്കെ കൊച്ചു കുട്ടികൾ എത്തി നോക്കുമ്പോൾ അമ്മമാർ പുറകോട്ട് വലിക്കില്ലേ അകത്തോട്ട്, അതേപോലെ ഹിമാലയം ആ ഒരു ചെറിയ ഹിമശിഖരത്തിനെ അങ്ങ് അകത്തോട്ട് വലിച്ചതുപോലെ മേഘങ്ങൾ ആകുന്ന ജനാലയിലൂടെ ഇങ്ങനെ എത്തി നോക്കുന്ന ആ ഒരു ഹിമശിഖരം ഞങ്ങൾ കണ്ടു. ഞങ്ങൾ 3 പേരും കണ്ടു. പക്ഷേ പെട്ടെന്ന് അതിനെ അങ്ങ് അകത്തോട്ട് വലിച്ച പോലെ പിന്നെ അത് അപ്രത്യക്ഷമായി. पर उस क्षण के हिम दर्शन ने हम में जाने क्या भर दिया था. सारी खिन्नता, निराशा, थकावट सब छूमंतर हो गई. പക്ഷേ ആ ഒരു ഹിമദർശൻ കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അതങ്ങ് കാഴ്ചയിൽ നിന്ന് മാഞ്ഞുപോയി. പക്ഷേ ഞങ്ങളുടെ എല്ലാ ക്ഷീണവും ഞങ്ങളുടെ എല്ലാ വിഷമവും എല്ലാം മാറി. കാരണം ഞങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഒരിക്കലും മറക്കാനൊക്കാത്ത കാഴ്ചയൊന്നും കണ്ടില്ലല്ലോ എന്നോർത്ത വിഷമത്തിലായിരുന്നു. സബ് ഛൂമന്തർ ഹോ ഗയി. ഹം സബ് ആകുൽ ഹോ ഉഠേ. അഭി യെ ബാദൽ छट जाएंगे और फिर हिमालय हमारे सामने खड़ा होगा. निरावृत असीम सौंदर्य राशि हमारे सामने अभी अभी अपना घूंघट धीरे से खिसका देगी. और तब അപ്പം ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ മേഘങ്ങൾ ഇപ്പം മാറിയിട്ട് ഞങ്ങൾ ആദ്യം കണ്ട ആ മനോഹരമായ കാഴ്ച, ഹിമം മൂടിയിരിക്കുന്ന ആ ശിഖരം ഇനിയും ഞങ്ങൾ കാണും. सचमुच मेरा दिल बुरी तरह धड़क रहा था. शुक्ल जी शांत थे, केवल मेरी ओर देख कर कभी कभी मुस्कुरा देते थे, जिसका अभिप्राय था इतने अधीर थे कोसानी आई भी नहीं और मुंह लटका लिया. अब समझे यहाँ का जादू. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റിന് ഒരു ലിമിറ്റും ഇല്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹിമം നേരിട്ട് കാണുന്നത്. ഞാൻ വളരെ ടെൻസ്ഡായിട്ട് ഇങ്ങനെ അടുത്ത ഇനിയൊരു സീൻ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ശുക്ലജി ഈ ഒരു കൊസാനി സ്ഥലം നേരത്തെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ശുക്ലജി അതിൻ്റെ മനോഹാരിത അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളെയും ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ടൊരു ട്രിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശുക്ലജി മന്ദഹസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ മന്ദഹാസത്തിൽ തന്നെ ഉണ്ടായിരുന്നു, എന്തൊരു അക്ഷമരായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, നിങ്ങളുടെ മുഖത്തത് കാണാമായിരുന്നു. എന്നുവെച്ചാൽ നല്ലതൊന്നും കാണാനില്ലല്ലോ ഇവിടെ എന്നുള്ളൊരു വിഷമം, ഒരു ഇറിറ്റേഷൻ നിങ്ങളുടെ മുഖത്ത് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, അബ് സംജേ യഹാ കാ ജാദു. ഇപ്പം മനസ്സിലായില്ലേ ഇവിടുത്തെ മാജിക്കൽ സീൻ എന്തുവാണെന്ന്. डाक बंगले के खान सामे ने बताया कि आप लोग बड़े खुशकिस्मत हैं साहब. 14 सैलानी आकर हफ्ते भर पड़े रहे, बर्फ़ नहीं दिखी. അപ്പോഴത്തേക്കും ഞങ്ങൾ താമസിച്ചിരുന്ന ആ ടൂറിസ്റ്റ് പ്ലേസിലെ ആ ഒരു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തെ ആൾ പറയും, സാറൊക്കെ ഭയങ്കര ലക്കിയാട്ടോ, നിങ്ങൾ വന്ന അന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഐസ് കാണാൻ പറ്റി. ഇവിടെ വേറെ ചില 10-14 ടൂറിസ്റ്റുകൾ ഒരാഴ്ചയോളം ഇവിടെ തങ്ങി. എന്തിനാണ്? കി ബർഫ് ദിഖേ, ആ ഒരു സീൻ കാണാൻ വേണ്ടി ഒരാഴ്ചയോളം ഇവിടെ തങ്ങി. പക്ഷെ അവർക്ക് ഈ സീൻ കാണാൻ പറ്റിയില്ല. ആഷ് തോ ആപ്കെ ആത്തേ ഹി ആസാർ ഖുൽനെ കെ ഹോ രേ ഹെ. ഇന്നാണെങ്കിൽ സാറൊക്കെ വന്നപ്പം തന്നെ ഇത്രയും നല്ല സീൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സാമാൻ റഖ് ദിയാ ഗയാ, पर मैं, मेरी पत्नी, सेन, शुक्ल जी सभी बिना चाय पिए सामने के बरामदे में बैठ रहे और एक टक सामने देखते रहे. അപ്പോൾ ഈ ഞങ്ങൾ അത്രയും ക്ഷീണം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് ഈ ഒരു മൗണ്ടൻ ടോപ്പ് ഒരു ഹിൽ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് ആർക്കും റൂമിലോട്ട് പോകാൻ ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. എന്തിനാണ്? ഇനിയും ആ മേഘങ്ങൾ മാറും, അപ്പോൾ ആ ഹിമാലയത്തിൻ്റെ ആ ഒരു ദർശനം നമുക്ക് കിട്ടും എന്നുള്ളത്. बादल धीरे धीरे नीचे उतर रहे थे और एक एक नए नए शिखरों की हिमरेखाएं अनावृत हो रही थी. और फिर सब खुल गया. बाई ओर से शुरू होकर दाई ओर गहरे शून्य में धंसती जाती हुई हिम शिखरों की ऊबड़ खाबड़ रहस्यमयी रोमांचक श्रृंखला हमारे मन में उस समय क्या भावनाएं उठ रही थी. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മെല്ലെ ആ മേഘങ്ങളൊക്കെ മാറി രഹസ്യമയി രോമാഞ്ചക് ശൃംഖല മൗണ്ടൻ റേഞ്ച് കാണാൻ പറ്റി. മൗണ്ടൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഹിമാലയൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻസ്. ഹമാരെ മൻമേ ഉസ് സമയ ക്യാ ഭാവനായി ഉഠ് രഹി ഥി. ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് വന്നതെന്ന് ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ വാക്കില്ല. അഗർ യഹ ബത്താ പാത്ത തോ യഹ ഖരോച്ച് യഹ പീർ ഹി ക്യോं രഹ ഗയി ഹോത്തി. ആ പീർ, ആ ഒരു വേദന, ആ ഒരു മാന്തൽ, ഒരു മനസ്സിലൊരു അള്ളിപ്പിടുത്തം എന്നുവെച്ചാൽ ആ ഒരു മാസ്മരിക ദൃശ്യം കണ്ടിട്ട് കവിയായ എനിക്ക് കൂടി ഒന്നും വരുന്നില്ല വാക്കുകൾ. സിർഫ് एक धुंधला सा संवेदन अवश्य था कि जैसे बर्फ़ की सिल के सामने खड़े होने पर मुंह पर ठंडी ठंडी भाप लगती है, वैसे ही हिमालय की शीतलता
माथे को छू रही है और सारे संघर्ष, सारे अंतर्द्वंद, सारे താപ് ജैसे നഷ്ട हो रहे हैं. ആ ഒരു ബ്യൂട്ടിഫുൾ സീൻ കണ്ടിട്ട് ദാ ഈ ഒരു സീൻ നോക്കി, ആ ഒരു ഐസ് മൂടിയ ആ മേഘങ്ങളുടെ ആ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം നോക്കി. ഇത് കണ്ടിട്ട് എനിക്ക് കവിത വരുന്നോ, എനിക്കിതിനെപ്പറ്റി എങ്ങനെ വർണ്ണിക്കണോ ഒന്നും വരുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ആ ഒരു തണുപ്പ് അടിക്കുമ്പോൾ എൻ്റെ നെറ്റിയിൽ ഉസ്കി ശീതൽത, അതിൻ്റെ ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു തണുപ്പടിച്ചപ്പോൾ എൻ്റെ നെറ്റിയിൽ തൊട്ടപ്പോൾ സാരേ സംഘർഷ്, സാരേ അന്തർദ്വന്ദ്, എൻ്റെ എല്ലാ ടെൻഷനും, എൻ്റെ എല്ലാ മാനസിക കോൺഫ്ലിക്റ്റും, സാരേ താപ് നഷ്ടോ രഹേ, എൻ്റെ എല്ലാ ടെൻഷനും മാറി. എനിക്കൊരു പ്രത്യേക സുഖാനുഭൂതി അനുഭവപ്പെട്ടു. क्यों पुराने साधकों ने दैहिक, दैविक और भौतिक कष्टों को ताप कहा था और उसे नष्ट करने के लिए वे क्यों हिमालय जाते थे, यह पहली बार मेरी समझ में ആ रहा था. ഇപ്പോൾ പഴയ സാധന ചെയ്യുന്നവർ, ഋഷിമുനിമാർ, സന്യാസികൾ എന്തിനാണ് ഈ ഹിമാലയത്തിൽ പോയി തപസ് ഇരുന്നത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ ശരീരത്തിലെ ആ ഒരു ചൂടും നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, നമ്മളെ ഈ ഭൗതിക കഷ്ടങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ ഇഹലോക കഷ്ടങ്ങളിൽ നിന്നെല്ലാം വെടിയാൻ വേണ്ടി ഇതിൻ്റെ തണുപ്പ് ധാരാളമാണ്, ഇതിൻ്റെ ഒരു ശീതൽത. और अकस्मात एक दूसरा तथ्य मेरे मन के क्षितिज पर उदित हुआ. കിത്തനി പുരാണി ഹൈ യ ഹിമരാശി. ഇത് എത്ര പഴക്കം ചെന്നതായില്ലേ, ഈ ഹിമരാശി എത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ജാനെ കിസ് ആദിം കാൽ സെ യഹ ശാശ്വത് അവിനാശി ഹിമ ഇന ശിഖറോം പർ ജമാ ഹുവാ ഹെ. എത്രയോ കാലങ്ങൾ കൊണ്ട് ഇവിടെ ഇത് ഉണ്ട്. കുച്ച് വിദേശിയോനെ ഇസ്ലിയെ ഹിമാലയ കി ഇസ് ബർഫ് കോ കഹാ ഹെ ചിരന്തൻ ഹിമ. അതുകൊണ്ടാണ് ചില ഫോറിൻ ടൂറിസ്റ്റുകൾ ഇതിനെ ചിരന്തൻ ഹിമ എന്ന് പറയുന്നത്. ചിരന്തൻ എന്ന് വെച്ചാൽ എക്കാലവും നിലനിൽക്കുന്നത്. सूरज ढल रहा था और सुंदर शिखरों पर दूर ग्लेशियर, ढाल, घाटियों आदि का क्षीण आभास मिलने लगा था. आतंकित मन से मैंने यह सोचा था कि पता नहीं इन पर कभी मनुष्य का चरण पड़ा भी है या नहीं, या अनंत काल में इस सोने से बर्फ ढंग दरों में सिर्फ बर्फ के अंधंड हूँ हूँ करते हुए ബഹത്തെ രഹേ ഹെ. എനിക്ക് പെട്ടെന്ന് തോന്നി, ഈ ഹിമാലയത്തിൽ അവിടെ ഏതെങ്കിലും മനുഷ്യൻ്റെ പാദസ്പർശം ഉണ്ടായിട്ടുണ്ടോ ആവോ, അതോ ഈ മഞ്ഞിൻ്റെ ഈ ഒരു ധൂ സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ഏതായാലും ആ ഒരു മാസ്മരിക ഒരു കാഴ്ച മനസ്സിനെയും ശരീരത്തിനെയും അങ്ങ് തണുപ്പിച്ചു. അപ്പോഴാണ് ആ ഹിമാലയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. എത്രയോ അനാദി കാലോട്ട് ഈ ഹിമ ഇങ്ങനെ തന്നെ ഉണ്ട്. ഇവിടെ എത്രയോ സന്യാസിമാർ വന്ന് തൻ്റെ ശാരീരിക ദുഃഖങ്ങളും ഭൗതിക ദുഃഖങ്ങളും എല്ലാം അലിയിച്ച് കളഞ്ഞിരിക്കുന്നു. എല്ലാ അഹംഭാവവും ഇതിന് മുമ്പിൽ വന്ന് നഷ്ടപ്പെടുന്നു. सूरज डूबने लगा और धीरे धीरे ग्लेशियरों में पिघला केसर बहने लगा. बर्फ कमल के लाल फूलों में बदलने लगी. घाटियाँ गहरी नीली हो गई. अंधेरा होने लगा तो हम उठे और मुंह हाथ धोने और चाय पीने में लगे. ഇനിയും സന്ധ്യയാവുമ്പം ആ കാഴ്ച ഒരു വേറെ കളറാണ്. ബർഫ് കമൽ കെ ലാൽ ഫൂലോ മേ ബദലേ, ആ വെള്ള ഐസ് സൂര്യൻ്റെ ആ ഒരു സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള, അസ്തമിക്കുമ്പോൾ ഉള്ള ആ ഒരു സൂര്യൻ്റെ നിറം ഒരു റെഡിഷ് ടിഞ്ചാണ്, ഓറഞ്ചിഷ് റെഡ്. അപ്പോൾ അത് ആ ഒരു ബർഫിലും റിഫ്ലക്റ്റ് ചെയ്യും, ആ ഒരു ഐസിലും റിഫ്ലക്റ്റ് ചെയ്യും. ഘാട്ടിയാ ഗഹരി നീലി ഹോ ഗയി, അന്ധേരാ ഹോനെ ലഗ, ഇരുട്ടാൻ തുടങ്ങി. और हम उठे और मुँह हाथ धोने और चाय पीने में लगे. पर सब चुपचाप थे, गुमसुम, जैसे सबका कुछ छिन गया हो. छिन जाना നഷ്ടപ്പെടുക. എല്ലാവരും അങ്ങ് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഞങ്ങളെ എല്ലാവരെയും ആ കാഴ്ച വല്ലാതെ അങ്ങ് സ്പർശിച്ചു. ഞങ്ങൾക്കൊന്നും മിണ്ടാൻ തോന്നിയില്ല. पर सब चुपचाप थे, गुमसुम, जैसे सबका कुछ छिन गया हो, या शायद सबको कुछ ऐसा मिल गया हो जिसे अंदर ही अंदर सहेजने में सब आत्मलीन हो, अपने में डूब गए हो. അതോ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും നഷ്ടപ്പെട്ടതാണോ, അതോ പ്രത്യേകിച്ചെങ്ങാണം എന്തെങ്കിലും നേടിയതാണോ എന്നറിയില്ല. ഏതായാലും കൊള്ളാം, ഞങ്ങളത് മിണ്ടാതെ ഇങ്ങനെ അന്തം വിട്ട പോലെ ഇരുന്നു. थोड़ी देर में चांद निकला और हम फिर बाहर निकले. इस बार सब कुछ शांत था, जैसे हिम सो रहा हो. मैं थोड़ा अलग ആറാം കുർസി ഖീഞ്ച് കർ ബാറ്റ് ഗയ. ഞാനൊരു ഈസി ചെയറൊക്കെ വലിച്ച്, അപ്പോൾ ഇവരുടെ ഈ ഒരു സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ബാൽക്കണിയിൽ ഇരുന്നാൽ തന്നെ ഈ സീൻസൊക്കെ കാണാം. यह मेरा मन इतना कल्पनाहीन क्यों हो गया है. इसी हिमालय को देख कर किस किस ने क्या क्या नहीं लिखा. और मेरा मन है कि एक कविता तो दूर, एक पंक्ति
ഹായ് എക് ശബ്ദ് ഭി തോ നഹീ ജാഗ്താ. അപ്പം ഞാൻ ആലോചിക്കുവാണ്, എനിക്ക് ഇത്രയും വാക്കുകൾക്ക് ഇത്രയും ദാരിദ്ര്യം അനുഭവപ്പെട്ടത് ആദ്യമായിട്ടാണ്. ഓരോരുത്തർ ഈ ഹിമാലയത്തിനെ വർണ്ണിച്ച് എന്തൊക്കെ എഴുതുന്നു. എനിക്കാണെങ്കിൽ ഇത്രയും നല്ലൊരു കാഴ്ച, ദൈവീകമായ ഒരു കാഴ്ച കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരു കവിത പോയിട്ട്, ഒരു പങ്ക്തി, ഒരു സെൻറ്റൻസ് പോയിട്ട്, ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിൽ വരുന്നില്ല. पर कुछ नहीं, यह सब कितना छोटा लग रहा है इस हिम सम्राट के समक्ष. പക്ഷേ എനിക്കതിൽ ദുഃഖമില്ല. ഈ ഹിമസമ്രാട്ടിൻ്റെ മുമ്പിൽ എൻ്റെ ഈ ഒരു എഴുതാൻ പറ്റാത്ത ഒരു ദുഃഖം അതൊന്നും ഒന്നുമല്ല. पर धीरे धीरे लगा कि मन के अंदर भी बादल थे जो छंट रहे हैं. ഈ ഹിമശിഖരത്തിനെ മേഘങ്ങൾ വളഞ്ഞതുപോലെ അതുപോലെ എൻ്റെ മനസ്സിലും ചില സംഘർഷങ്ങളുണ്ടായിരുന്നു എന്നെനിക്കിപ്പോൾ മനസ്സിലായി. ഈ ഹിമാലയ ദർശനത്തിൽ എൻ്റെ മനസ്സ് കുറച്ചുകൂടെ ക്ലിയറായി. കുച്ച് ऐसा उभर रहा है जो इन शिखरों की ही प्रकृति का है, कुछ ऐसा जो इसी ऊंचाई पर उठने की चेष्टा कर रहा है ताकि इनसे इन्हीं के स्तर पर मिल सके. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു എൻ്റെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ അസൂയ, കുശുമ്പ്, വൈരാഗ്യം, ദേഷ്യം ഇതൊക്കെ കാണുമല്ലോ. അതെല്ലാം ക്ലിയറായി. ആസ് ഇഫ് എൻ്റെ മനസ്സും ഈ ഹിമാലയത്തിനെ പോലെ പ്യുവറായിട്ട് അതിൻ്റെ ആ ഒരു ഹൈ ലെവലിൽ എൻ്റെ മനസ്സ് ഉയരുന്നത് പോലെ എനിക്ക് തോന്നി. ഉസി കെ സ്തർ പർ, അതിൻ്റെ ആ ഒരു ലെവലിൽ അത് ഇത്രയും പ്യുവറാണ്. അതേപോലെ എൻ്റെ മനസ്സും പ്യുവറായി. लगा वह हिमालय बड़े भाई की तरह ऊपर चढ़ गया है और मुझे छोटे भाई को नीचे खड़ा हुआ कुंठित और लज्जित देखकर थोड़ा उत्साहित भी कर रहा है. स्नेह भरी चुनौती दे रहा है. हिम्मत है, ऊंचे उठोगे. എനിക്ക് പെട്ടെന്ന് തോന്നി ഈ ഹിമാലയം എൻ്റെ മൂത്ത സഹോദരനാണ്. എന്നേക്കാൾ ഉയർച്ചയിൽ നിന്നിട്ട് എന്നെ ഇങ്ങനെ ചാലഞ്ച് ചെയ്യുന്ന പോലെ. ഹിമ്മത്ത് ഹേ, ഊഞ്ചെ ഉഠോകെ, ധൈര്യം ഉണ്ടെങ്കിൽ മുകളിലോട്ട് വാടാ എന്ന് ഒരു ചേട്ടൻ പറയുന്ന പോലെ എനിക്ക് തോന്നി. और सहसा सन्नाटा तोड़कर सेन रविंद्र की कोई पंक्ति गा उठा और जैसे तंद्रा टूट गई और हम सक्रिय हो उठे. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ആ സീൻ കണ്ടിങ്ങനെ ഓരോരുത്തരും ഓരോ ഓർമ്മകളിൽ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ആ സെയിൻ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ഗീതം പാടി. അപ്പോഴത്തേക്കിന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് വന്നു. अदम्य शक्ति, उल्लास, आनंद जैसे हम में झलक पड़ रहा था. सबसे अधिक खुश था सेन. बच्चों की तरह चंचल, चिड़ियों की तरह चहकता हुआ बोला, भाई साहब, हम तो आश्चर्यचकित हैं कि भगवान के क्या क्या कारनामे इस हिमालय में होते रहते हैं. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് സേനായിരുന്നു. കുട്ടികളെ പോലെ തുള്ളിച്ചാടിയിട്ട് അദ്ദേഹം പറയാണ്, ഹം തോ ആശ്ചര്യചകിത് ഹെ, എനിക്കതിന് അതിശയമാണ് ഈ ഹിമാലയത്തിൽ ഈശ്വരൻ എന്തൊക്കെ ക്രിയകളാണ് നടത്തുന്നത്. इस पर हमारी हंसी मुश्किल से ठंडी हो पाई थी कि अकस्मात वह शीर्षासन करने लगा. पूछा गया तो बोला, मैं भले प्रकार से हिमालय देखूंगा. എന്നിട്ട് പിന്നെ ഈ കുട്ടിയെ പോലെ പെരുമാറിയിരുന്ന സെയിൻ പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പം തല കുത്തനെ നിൽക്കുന്നു, ശീർഷാസനത്തിൽ നിൽക്കുന്നു. ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് ഈ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം കൃത്യമായിട്ടൊന്ന് കാണണം. बाद में मालूम हुआ कि वह बम्बई की अत्याधुनिक चित्रशैली से थोड़ा नाराज़ है और कहने लगा, वे सब प्रतिभाशाली लोग सिर के बल खड़ा होकर दुनिया को देखते हैं, इसी से मैं सिर के बल ഹിമാലയ ദേഖ്താ ഹൂം. ഞങ്ങൾ പിന്നീട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാണ് ഈ ശീർഷാസനത്തിൽ നിന്ന് ഹിമാലയത്തിനെ ദർശിച്ചത്. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റായിരുന്നല്ലോ. അപ്പം ഈ മോഡേൺ ആർട്ട് വരയ്ക്കുന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. മോഡേൺ ആർട്ട് നമുക്കറിയാമല്ലോ, നമുക്കൊന്നും മനസ്സിലാവില്ല, അതിൻ്റെ തീം എന്തുവാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അവർ തലതിരിഞ്ഞ് നിന്നാണ് ലോകത്തിനെ കാണുന്നത്, അതുകൊണ്ടാണ് അവരുടെ ആർട്ട് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനും അവരെ പോലെ തലതിരിഞ്ഞ് നിന്ന് ഹിമാലയത്തിനെ ദർശിക്കാൻ ശ്രമിച്ചതാണ്. दूसरे दिन घाटी से उतरकर 12 मील चलकर हम बैजनाथ पहुँचे जहाँ गोमती बहती है. രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ ട്രിപ്പിന് സെക്കൻഡ് ഡേ ഞങ്ങൾ ബൈജ്നാഥ് മന്ദിറിലെത്തി. ഇതാണ് ബൈജ്നാഥ് മന്ദിർ. ഇവിടെ കൂടെ ഗോമതി റിവറാണ് ഒഴുകുന്നത്. गोमती की उज्ज्वल जलराशि में हिमालय की बर्फीली चोटियों की छाया तैर रही थी. ഗോമതിയുടെ ആ ഒരു ജലത്തിൽ ഹിമാലയത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാം.
पता नहीं उन शिखरों पर कब पहुंचूं, कैसे पहुंचूं, पर उस जल में तैरते हुए हिमालय से जी भर के भेंटा उसमें ഡൂബാ രഹ. എനിക്ക് ആ ഗോമതി നദിയുടെ ഇതിൽ ആ ഹിമാലയത്തിൻ്റെ റിഫ്ലക്ഷൻ അടിച്ചപ്പോൾ ഞാനും അതിൻ്റെ കൂടെ ആ വെള്ളത്തിൻ്റെ കൂടെ ഈ ഹിമത്തിനെ തൊട്ട്, കാരണം എനിക്ക് യഥാർത്ഥ ഹിമാലയത്തിൻ്റെ ഹിമത്തെ തൊടാൻ ഒക്കില്ല, പക്ഷേ താഴെ ഒഴുകുന്ന നദിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടപ്പോൾ എനിക്ക് അതിൽ മുങ്ങി കുളിക്കാൻ തോന്നി, അതിലങ്ങ് മുങ്ങി അതിലങ്ങ് ഒന്നായി മാറാൻ തോന്നി. ആജ് ഭി ഉസ്കി യാദ് ആത്തി ഹെ തോ മൻ പിരാ ഉഠ്താ ഹെ. ഇന്നും ആ യാത്രയ്ക്ക് ശേഷം ഇത്രയും വർഷങ്ങളായെങ്കിലും പെട്ടെന്ന് ആ ഒരു ട്രാവൽ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്നങ്ങ് ഒരു വല്ലാത്ത സ്ഥിതിയിലാവും. കൽ ഠേലെ കി ബർഫ് കോ ദേഖ് കർ വേ മേരെ മിത്ര ഉപന്യാസ്കാർ ജിസ് തര സ്മൃതിയോ മേ ഡൂബ് ഗയെ ഉസ് ദർദ് കോ സമജ്താ ഹൂം. അപ്പോൾ ഇന്നലെ ആ ഒരു ഉന്തുവണ്ടിയുടെ മുകളിൽ ഒരു ഐസ് വെച്ച് കൊണ്ടുവന്ന് കണ്ടപ്പം എൻ്റെ സുഹൃത്ത്, നോവലിസ്റ്റായ എൻ്റെ സുഹൃത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഓർമ്മ വന്നു. അൽമോഡയിൽ നിന്നാണ് അദ്ദേഹം, അതും ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ എനിക്കും പെട്ടെന്ന് തോന്നി. അന്ന് എനിക്ക് ആ വിഷമം മനസ്സിലായില്ല, കാരണം അവരൊക്കെ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അന്ന് എനിക്കത് മനസ്സിലായില്ല, കാരണം ഞാൻ അന്ന് ഹിമാലയത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു വിഷമം മനസ്സിലാവുന്നുണ്ട്. और जब ठेले पर हिमालय की बात कहकर हंसता हूँ तो यह उस दर्द को भुलाने का ही बहाना है. वे बर्फ़ की ऊंचाइयाँ बार बार बुलाती है और हम हैं कि चौराहों पर खड़े ठेले पर लद कर निकलने वाली बर्फ़ को ही देख कर മൻ ബഹലാ ലേത്തെ ഹെ. എന്നെ ആ ഹിമശിഖരങ്ങൾ നിരന്തരം മാടി വിളിക്കുന്ന പോലാണ് എനിക്ക് തോന്നിയത് പല പ്രാവശ്യവും, എൻ്റെ അടുത്തേക്ക് വരൂ വരൂ എന്ന്. പക്ഷേ ഞാനാണെങ്കിൽ എന്താണ്, ഈ നാൽക്കവലയിൽ, ചോരാഹ എന്ന് വെച്ചാൽ നാൽക്കവല, ഈ നാൽക്കവലകളിൽ ഉന്തുവണ്ടിയിൽ പോകുന്ന ഐസ് കണ്ട് തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ സിറ്റിയിൽ തന്നെ ജീവിച്ച് ഇവിടുത്തെ ഈ വീർപ്പുമുട്ടൽ ആസ്വദിക്കുന്നില്ല, പക്ഷേ അതിലങ്ങ് ജീവിക്കാൻ വിധിക്കപ്പെട്ടതാണ് നമ്മൾ. ഹിമാലയത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, പ്രകൃതിയുടെ മടിത്തട്ടി പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ठेले पर लद कर निकलने वाली बर्फ़ को ही देख कर हम मन बहला लेते हैं. മൻ ബഹലാന, മനസ്സിനെ എൻ്റർടൈൻ ചെയ്യുക. ഈ ഉന്തുവണ്ടിയിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഐസ് കണ്ടിട്ട് തന്നെ നമ്മൾ തൃപ്തിപ്പെടുകയാണ്. किसी ऐसे ही क्षण में ऐसे ही ठेलों पर लदे हिमालयों से घिर कर ही तो तुलसी ने कहा था, कबहू को यही रहनी रहोगो, मैं क्या कभी ऐसे भी रह सकूँगा വാസ്തവിക് ഹിമശിഖരവും കി ഊഞ്ചായിയോം പർ. ഗ്രേറ്റ് പോയറ്റ് തുളസിദാസ് ഒരിക്കൽ പറഞ്ഞത്, എനിക്ക് എന്നെങ്കിലും ഇത്ര ഈ ശിഖരങ്ങളുടെ മുകളിൽ ആ ഒരു ലെവലിൽ എത്താൻ പറ്റുമോ. നഹി ബന്ധു ജാऊँगा मैं फिर लौट कर वहीं जाऊँगा उन्हीं ऊंचाइयों पर तो मेरा आवास है वहीं मेरा मन रमता है मैं करूँ तो क्या करूँ. എനിക്ക് ഒരു സന്ദേശം ഹിമാലയത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ തോന്നുന്നു. ഞാൻ ഇനിയും അവിടെ വരും, എൻ്റെ മനസ്സ് അവിടെയാണ്, എൻ്റെ മനസ്സ് ആ ഒരു സൗന്ദര്യം കണ്ട് എൻ്റെ മനസ്സിന് തൃപ്തി വന്നിട്ടില്ല, ഞാൻ ഇനിയും അവിടെ തന്നെ തിരിച്ചു വരും. ഉൻഹി ഊഞ്ചായിയോം പർ മേരാ ആവാസ് ഹെ എന്നെനിക്ക് പറയാൻ തോന്നുകയാണ്. സോ ഇതായിരുന്നു ധർമ്മീർ ഭാരതിയുടെ യാത്രാ സംസ്മരൺ ഠേലെ പർ ഹിമാലയ്. പെട്ടെന്ന് നോക്കുമ്പം ഒരു ഡ്രൈ എസ്സേ ആയിട്ട് തോന്നും, പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഡ്രൈ ചാപ്റ്ററായിട്ട് തോന്നും. പക്ഷേ നമ്മളിതിൻ്റെ ചില പോയിൻറ്റ്സ് മനസ്സിലാക്കിയാൽ മതി. ആരുടെയൊക്കെ കൂടാണ് ട്രാവൽ പോയത്, എവിടെയാണ് പോയത്, എന്തിൻ്റെ സൗന്ദര്യമാണ് കണ്ടത്, അങ്ങനെ ചെറിയ ചെറിയ പാർട്സായിട്ട് ഇതിനെ വിഭജിച്ച് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. കോസാനി എന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് അദ്ദേഹം നമ്മളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയത്. സോ അടുത്ത ഒരു അപ്ലോഡിങ്ങുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.